വാട്സ്ആപ്പ് ഫോക്സ് ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്ന എൻഫീൽഡിന്റെ മീറ്റിയോർ 350 എന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് കുറേയധികം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ പറയാം. അതിനു മുമ്പ് ചെറിയൊരു കഥ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങുന്നത് 2020 റോയൽ എൻഫീൽഡ് ഈ വണ്ടി മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് തണ്ടർബേർഡ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് പകരം അവർ ഇറക്കിയ വണ്ടിയാണ് മീറ്റിയോർ 350. 2020 തൊട്ട് ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. മീറ്റിയോറിന് മുമ്പ്, അതായത് തണ്ടർബേർഡിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 2018 വരെ തണ്ടർബേർഡ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ സമയം കൊണ്ട് ഏകദേശം 5000 എത്തിയില്ലെങ്കിലും ഏകദേശം ഒരു 4900 സംതിങ് ബൈക്കുകളാണ് ഇന്ത്യയിൽ സോൾഡ് ആയിട്ടുള്ളത്. സോൾഡിന്റെ പ്രശ്നങ്ങളും പിന്നെ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് പ്രൊഡക്ഷൻ തണ്ടറിൽ നിർത്തിയതും പിന്നീട് അവർ മീറ്റിയോർ 350 മോഡലിൽ ഇന്ത്യയിൽ ഇറക്കിയതും. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. ലുക്കിന്റെ കാര്യത്തിൽ ഓടിക്കുന്ന സമയത്തും അടിപൊളിയാണ്. ഇതൊരു പക്ക ക്രൂയിസർ ബൈക്കാണ്. അവർ ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലോങ് ടൂറിലേക്ക് വേണ്ടിയാണ്. മീറ്റിയോറിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ചേട്ടനെയും അനിയനെയും എല്ലാവരും സംസാരിക്കണം. കാരണം ഇവൻ 4 മക്കളാണ്. അതായത് ഇവനൊരു ഇരട്ട സഹോദരങ്ങളാണ് റോയൽ എൻഫീൽഡ് കുടുംബത്തിൽ. അതായത് ഇതിന് 4 വേരിയൻസ് ഉണ്ട്. ആ 4 വേരിയൻസിലെ ടോപ്പ് മോഡലാണ് നമ്മുടെ ആയി കിട്ടിയിരിക്കുന്നത് സൂപ്പർനോവ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല 4 വേരിയൻസ് ഉണ്ടല്ലോ. അതിലെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് ഫയർബോൾ ആണ്. അതും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്റ്റെല്ലാർ, അറോറ. ഏറ്റവും ടോപ്പ് മോഡലാണ് ഇപ്പൊ നമ്മുടെ കിട്ടിയിരിക്കുന്നത് സൂപ്പർനോവ. ഈ 4 വേരിയൻസിലും അധികം വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചൊരു പ്രീമിയം സാധനത്തിലേക്ക് വരും. സൈലൻസർ ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും ടോപ്പ് മോഡൽ ക്രോം ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ ABS കൊണ്ടുവന്നു. പിന്നെ അലോയി ആണെങ്കിലും ഡയമണ്ട് കട്ട് അലോയി ആണ് വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതിലും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുകയാണെങ്കിൽ ബേസ് മോഡൽ എന്ന് പറഞ്ഞത് എല്ലാം തന്നെ ചിലവെല്ലാം ചുരുക്കി അത്യാവശ്യം ഇതേ സെയിം സാധനം ഒരു സാധാരണ ആൾക്കാരിലേക്കും എത്തണം. അതായത് ഇപ്പം മീറ്റിയോർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കിട്ടണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ ഏറ്റവും ചെറിയ വേരിയൻസ് ഇറക്കിയിരിക്കുന്നത്. ബട്ട് അടിപൊളിയാണ് കേട്ടോ ഇത് ഓടിക്കുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള സംഭവം. ഇത് പറയാതെ ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. കാരണം ഈ 4 പേരുണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത്. പിന്നെ വേറെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറോറ ആ ഒരു വേരിയന്റിൽ ട്യൂബ്ഡ് ടയർ ആണ്. അതുപോലെ സ്പോക്ക് വീൽസും ആണ് വരുന്നത്. ബാക്കി എല്ലാ വേരിയൻസിലും അലോയ് വീൽസ് ആണ് വരുന്നത്. ഇതിൽ ഡയമണ്ട് കട്ട്, മറ്റേ എല്ലാത്തിലും ഒരു സാധാരണ അലോയ് വീലാണ് വരുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യം തുടങ്ങുന്ന പോലെ നമുക്ക് ഇതിന്റെ മുമ്പിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇതിന്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡ് പോലെ തന്നെ ഇതിലും LED ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. എല്ലാ വണ്ടിയുടെ ഒരു ഹെഡ് ലാമ്പ് കൊടുത്തേക്കുന്ന ഈ സെയിം മോഡലാണ് കേട്ടോ. സെയിം മോഡൽ ഇൻഡിക്കേറ്റർ നമ്മുടെ ബുള്ളറ്റിലെല്ലാം വരുന്ന സെയിം സാധനം. അധികം വ്യത്യാസമൊന്നും കേട്ടോ. ബട്ട് വണ്ടി നല്ല ബൾക്കാണ്. അത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. വണ്ടി അത്യാവശ്യം നല്ല ബൾക്കാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്തായാലും ആ ടെയിലൈറ്റ് ആയാലും നമ്മൾ ബുള്ളറ്റിലൊക്കെ കണ്ട സെയിം സാധനമാണ്. അതുപോലെ ബാക്കിലും വന്നേക്കുന്നത് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എല്ലായിടത്തും വരുന്ന പോലെയൊക്കെ തന്നെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ വരുന്നത് ഡ്യുവൽ ടോൺ കളറാണ്. ഇത് ടോപ്പ് വേരിയൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് ബാക്കി താഴേക്ക് വരുന്ന സമയത്ത് കളർ സിംഗിൾ കളറാണ് എല്ലാത്തിലും അവർ യൂസ് ചെയ്യണത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഈ റോയൽ എൻഫീൽഡിൽ എഴുതിയിരിക്കുന്നില്ലേ, ഇത് കുറച്ചുകൂടെ പ്രൊജക്ട് പോലെ, അതായത് 3D മോഡൽ പോലെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബേസ് മോഡലിലും ഇതിന്റെ താഴെ വേരിയൻസിലെല്ലാം നോക്കുവാണെങ്കിൽ ഇതൊരു സ്റ്റിക്കർ പോലെ ഒരു 3D എഫക്റ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു എൻഫീൽഡ് റോയൽ എൻഫീൽഡിന് എഴുതിയ ജസ്റ്റ് ഒരു ബാഡ്ജ് പോലെയാണ്. പിന്നെ വേറെ സംഭവമാണ് ഇതിന് ടോപ്പ് വേരിയന്റ് മാത്രമേ തന്നെ വരുന്നുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ടോപ്പ് വേരിയന്റ് മാത്രമല്ല, ശരിക്കും നമ്മളൊരു ബേസ് മോഡൽ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഈ പറയുന്ന ഫോട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഇതിന്റെ എഞ്ചിൻ കാര്യത്തിലേക്കൊക്കെ പോകാം. എല്ലാ നോർമൽ എൻഫീൽഡ് വണ്ടികളിലും വരുന്ന പോലെ ഇതിലും വന്നിരിക്കുന്നത് J സീരീസ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ തന്നെ പകുതി പേർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്കാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പവറിനെ അല്ല, അതായത് സ്പീഡിനെ അല്ല. ഇതിന്റെ പവർ വരുന്നത് 20 bhp പവറും അതുപോലെ ടോർക്ക് വരുന്നത് 27 Nm ആണ്. പിന്നെ വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 200 കിലോ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. പഴയതിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ വരുന്നത് സ്ലിപ്പർ ക്ലച്ച് വിത്ത് അസിസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഹാർഡായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റിങ്ങോ ആ സമയത്ത് വീൽ ലോക്ക് ആകുമോ എന്നുള്ള ഭയമൊന്നും ഇപ്പോൾ വേണ്ട. കാരണം പണ്ടത്തെക്കാളും ഭയങ്കര സ്മൂത്ത് ആയിട്ടോ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വിത്ത് അസിസ്റ്റന്റും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പഴയ എൻഫീൽഡൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, ക്ലച്ച് ഭയങ്കര ഹാർഡായിരിക്കും. അത്യാവശ്യം ഒരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വേദന എടുക്കും. പഴയ എൻഫീൽഡിൽ ഓടിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ക്ലച്ചിന്റെ ഒരു സൈഡിൽ അതും ഉണ്ടായിരുന്നു. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പഴം പോലെയായി. നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. കമ്പയർ ചെയ്യുന്നത് എൻഫീൽഡായിട്ട് തന്നെ കമ്പയർ ചെയ്യണം, അല്ലാതെ വേറൊരു കമ്പനിയായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ ഡിഫറൻസ് തോന്നുന്നില്ല. പക്ഷെ പഴയ എൻഫീൽഡ് വെച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടോ ക്ലച്ചൊക്കെ.
Hey, madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ 41mm ടെലസ്കോപ്പിക് ഫോക്സ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മൾ പഴയ കണ്ട് വന്നിട്ടുള്ള സെയിം സാധനം, അതായത് ട്വിൻ ട്യൂബ് എവല്യൂഷൻ ഷോക്ക് ഒബ്സർവർ ആണ് വന്നിട്ടുള്ളത്. റിയറിലേക്ക് വരുന്ന സമയത്ത് ഈ ടോപ്പ് വേരിയന്റ് വരുന്നത് ഡ്യുവൽ ABS ചാനലാണ്. ബാക്കിലിട്ടേക്കുന്ന ഡിസ്ക് എന്ന് പറയുന്നത് 270. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് 300mm ആയി. ഇവിടെ അത്യാവശ്യം നല്ല റോഡ് തിരക്കുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി മീറ്ററിൻ്റെ കാര്യങ്ങളും ടാങ്കും എല്ലാം സംസാരിക്കവേ. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുമ്പോൾ ഉള്ളത്. ഇത് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. നല്ല വൈഡ് റേഞ്ച് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബൾക്കാണ് കേട്ടോ. കാണുമ്പോൾ എനിക്കത് എത്ര മനസ്സിലാവും എനിക്കറിയില്ല, പക്ഷേ കയറി ഇരുന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഭയങ്കര ബൾക്കാണ്. ബാക്കി നമുക്ക് മീറ്റർ ഓണാക്കി നോക്കാം. മീറ്ററിലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ സെയിം 100ലും കണ്ട സെയിം സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ ട്രിപ്പ് നാവിഗേറ്റർ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതിലും വരുന്നുണ്ട്. ചില വണ്ടികളൊന്നും ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എൻഫീൽഡിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ലുക്ക് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സാധനം കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഇത്രയും ബൾക്ക് ഒരു ഫീല് കിട്ടുമെന്ന്. നമ്മൾ എല്ലാ പ്രാവശ്യവും കാണുന്ന പോലെ സെയിം മിറർ തന്നെയാണ് ഈ പ്രാവശ്യം ഇവിടെ വന്നേക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ആണ്. പിന്നെ എടുത്തു പറയാനായിട്ട് വേറെ കാര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഷോർട്ട് ഗായ്സിനൊക്കെ ബെസ്റ്റാണ്. കാരണം നമ്മൾ പലരും ഓർക്കും ഇത് ഭയങ്കര ബൾക്കാണ്, അതുപോലെ തന്നെ ഹൈറ്റ് കൂടുതലാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് തോന്നുന്നത്, എസ്പെഷ്യലി ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും. കാരണം എൻ്റെ ഫുഡ് മൊത്തമായിട്ട് നിലത്തിങ്ങനെ മുട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അതുപോലെ തന്നെ 191 സംതിങ്ങാണ്ട് വെയിറ്റ് വരുന്നത്. പക്ഷേ അധികം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ബാക്കിലേക്ക് എടുക്കുമ്പോൾ അത്ര വലിയ ഇല്ല. കാരണം നമ്മുടെ ഫുഡ് മൊത്തമായിട്ട് നിലത്ത് മുട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ വെയിറ്റ് തോന്നില്ല കേട്ടോ. പിന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് വരുന്നത് സാധാ പോലെയല്ല, കുറച്ചുകൂടെ മുമ്പിലേക്കാണ്. അതായത് നമുക്കൊന്ന് കിടന്ന് ഓടിക്കാവുന്ന പറ്റിയ രീതി പോലെ ഈ ഹാൻഡിലായാലും കുറച്ചിങ്ങോട്ട് തള്ളിയിട്ട് ഫുഡ് റെസ്റ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ആ ഒരു സെറ്റപ്പിൽ ഓടിച്ചുകൊണ്ട് പോകും. പിന്നെ എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,15,000 രൂപ കണ്ട് ആണ് വരണത് ഈ ടോപ്പ് വേരിയന്റ് കേട്ടോ. നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 1,93,000 95 സംതിങ് ആണ്. ആ ഒരു റേഞ്ച് വരും. അത് നേരെ നമ്മുടെ റോഡ് ടാക്സും എല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് എത്തുന്ന സമയത്ത് ഈ ടോപ്പ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2,65,000 രൂപ സംതിങ് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് ഇതിൽ ക്രൂയിസ് കൺട്രോളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്ത് ഹീറോ എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അത് 125cc ബൈക്കാണ്. ആ ഒരു ബൈക്കിൽ തന്നെ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ. എന്നിട്ടും എൻഫീൽഡ് ഈ ഒരു ബൈക്കിൽ നമ്മൾ ഇത്ര പൈസ കൊടുത്ത് മേടിക്കുന്ന ഈ ഒരു ബൈക്കിലും അവർ വെച്ചിട്ടില്ല. ഇതൊരു പക്ക ടൂറർ ബൈക്കാണ് കേട്ടോ. ഇതിൽ എനിക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു. കാരണം കൈ കൊടുത്ത് ആക്സിലേറ്ററെ കൈ വെച്ച് മടുക്കും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഞാൻ അവർ കസ്റ്റമർ സർവീസിന് ചോദിച്ചപ്പോൾ അവരെനിക്ക് സോൾവ് ചെയ്യുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സാധനം മിസ്സിങ് ആണ്. എന്താണെന്നറിയോ? ഈ ഒരു മീറ്ററിൽ കണ്ടോണേ, നമുക്ക് ഓഡോമീറ്ററും ട്രിപ്പും ഫ്യൂവലിൻ്റെ കാര്യവും ടൈമും എല്ലാം തന്നെ കാണിക്കുള്ളൂ. ഒരു സാധനം മിസ്സിങ് ആണ്. എന്താണെന്നില്ലേ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് അതില്ലേന്ന്. ആ പുള്ളി എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ചെറിയൊരു എററാണ്. അതായത് ഇതിലേക്കുള്ള ചിപ്പിൽ എന്തോ ഒരു എറർ വന്നിട്ട് ഈ ഒരു മോഡലെല്ലാം തന്നെ ഇങ്ങനെയാണ് വരണേ. ബട്ട് ഇനി സെപ്റ്റംബർ തൊട്ടുള്ള മോഡലിലെല്ലാം ഈ ഒരു പ്രശ്നം പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനു മുമ്പേ വാങ്ങിച്ച ആൾക്കാർക്ക് ഇനി എന്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പുള്ളി പറഞ്ഞത് ഈ ഒരു പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻഫീൽഡ് ഈ മേടിച്ച ആൾക്കാർക്കൊക്കെ അത് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നതാണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് ഡിസഡ്വാൻറ്റേജ് അല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇതിൻ്റെ സൈലൻസർ പോകുന്നത് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ എൻഡ് വരെ പോവാണ്. അപ്പം നമ്മുടെ ഫുഡ് റെസ്റ്റ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കയറിയ, പക്ഷേ എൻ്റെ കാൽ എപ്പോൾ നോക്കിയാലും ഈ സൈലൻസറിൻ്റെ ഈ അറ്റത്തിൻ്റെ കാല് മുട്ടും. ചെറുതായിട്ടൊന്ന് പൊള്ളി കഴിയുമ്പോൾ മനസ്സിലാണ് ഈ സൈലൻസർ ഇത്രയ്ക്ക് അടുത്താന്നുള്ളത്. ഇതെനിക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം ഈ പ്രശ്നം ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് മറ്റുള്ളവർക്കും അറിയാമല്ലോ. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് കുറച്ച് മുമ്പിലേക്ക് തള്ളിയിരിക്കുന്നതെന്ന്. ആ സമയത്ത് ഗിയറൊക്കെ മാറ്റാൻ നേരത്ത് കുറച്ച് പാടാണ്. കാരണം ഒരു ഫോണൊക്കെ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഗിയർ മാറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം ഫ്യൂൽ എഫിഷ്യൻസി ARAI സർട്ടിഫൈഡ് ചെയ്യുന്നത് 41 കിലോമീറ്ററാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത്രയൊന്നും ഒരിക്കലും കിട്ടില്ല. ഇത് ഓടിച്ച ആൾക്കാരുടെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് അവർ
സർട്ടിഫൈഡ് ചെയ്യണ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിറ്റിയിൽ ഒരു 30-35 കിട്ടും, ഹൈവേയിലാണെങ്കിൽ 35 to 40 ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടും എന്നാണ് പറയണേ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ബൈക്കിൽ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ് നോട്ടാണ്, ശരിക്കും അടിപൊളിയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. കേൾപ്പിച്ചരാവേ. കൊള്ളാല്ലേ? ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിപൊളിയാണ്, നല്ലൊരു രസമാണ് കേട്ടോ കേൾക്കാൻ. പിന്നെ എനിക്ക് വേറെ കാര്യം പറയണ്ട, ഇതിൻ്റെ വൈബ്രേഷൻ്റെ കാര്യമാണ്. അത് ശരിക്കും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാക്കി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നുണ്ടല്ലോ എൻ്റെ ഇത്രയും നേരത്തെ അനുഭവം വെച്ച് ഏകദേശം ഒരു 70-80 ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു 35 to 40 മൈലേജ് ഒക്കെ എത്തിക്കാന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സ്പോർട്സ് ബൈക്ക് അല്ല, ഇതൊരു ക്രൂസർ ബൈക്കാണ്. നമുക്ക് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത് വെളിയത്തെ ഷോറൂമിൽ നിന്നാണ്. ഇവർക്ക് പാലായിലും അതുപോലെ ഏറ്റുമാനൂരും ഷോറൂം ഉണ്ട് എൻഫീൽഡിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻഫീൽഡിന്റെ ഡൗട്ടോ അതുപോലെ ഇതിന്റെ എക്സാക്ട് പ്രൈസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എൻഫീൽഡിന്റെ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ ഇമ്മാനുവൽ, പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ മേളിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പുള്ളി വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, പ്രൈസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ലോണിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ അവിടുന്ന് സെറ്റപ്പ് ആക്കി തരും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ്. പുതിയൊരു വണ്ടിയുമായി പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.
ക്ഷമിക്കണം